ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചാനലിന് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഒന്നുമില്ല, എൻ്റെ നിക്കാഹിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ചെയ്യാറില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും ആ പഴയ സപ്പോർട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് വ്ളോഗാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വയനാട് പോയപ്പോഴുള്ള കുറച്ച് കാഴ്ചകളോ അതുപോലെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അധികം വിശദീകരിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങൾ ഒരു മോർണിംഗ് 9 മണിക്കായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ കാലിക്കറ്റ് മർക്കസ് നോളജ് സിറ്റി കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പള്ളിയുടെ ഫ്രണ്ട് വശത്തൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ വർക്കിംഗ് നടക്കുകയാണ്. അവിടെ വർക്കിംഗ് നടക്കുന്നതുകൊണ്ട് നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് നോ എൻട്രി ആണ്. പിന്നെ മർക്കസിൻ്റെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ നമുക്ക് പോയിട്ട് കാണാം. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതൊന്നും കാണിക്കുന്നില്ല. പിന്നെ പള്ളിയുടെ അധികം വിഷ്വൽസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു വ്ളോഗ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ അലിഫ് ഗ്ലോബൽ സ്കൂളാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരിട്ട് വയനാട്ടിലേക്കാണ് പോയത്. ഞങ്ങളിപ്പോൾ വയനാട് ചുരം കയറി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മേപ്പാടിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടുന്ന് റിപ്പൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് റിസോർട്ടുകളുള്ളൊരു ഏരിയ ആണ്. അതിൽ ഹിൽട്ടൺ ക്ലൗഡ് റിസോർട്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിസോർട്ടിലെ ഒരു മനോഹരമായ കാഴ്ച ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് ഈ റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ്. 3 നിലകളിലായിട്ട് 6 റൂം സ്പേസുകളാണ് ഈ ഒരു റിസോർട്ടിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ കാണിക്കുന്നത് മുകളിലെ ഹിൽ ടോപ്പ് കോട്ടേജിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ ഓരോ കോട്ടേജിലും കോമൺ ആയിട്ട് ഹാൾ വരുന്നുണ്ട്, അതുപോലെ കോമൺ ബാൽക്കണിയും വരുന്നുണ്ട്. ഇവിടുത്തെ ബാൽക്കണിയിലുള്ള വ്യൂ പോയിന്റ് ആണ് ഈ ഒരു റിസോർട്ടിലെ ഏറ്റവും ഭംഗിയേറിയ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഒരു 1.5 കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എത്രത്തോളം അടിപൊളിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അത്രയേറെ ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. ഇവിടെ 2 മലകൾക്കിടയിലൂടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. ഇപ്പോൾ വെള്ളമില്ലാത്ത സീസൺ ആയതുകൊണ്ട് ഇവിടെ ഒന്നും വെള്ളമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീസൺ ടൈമിൽ ഇവിടെ വരണം, അപ്പോഴാണ് ഇവിടുത്തെ യഥാർത്ഥ കാഴ്ച കാണാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ബാൽക്കണിയുടെ അടുത്തുള്ള റൂമിലെ കാഴ്ച ഒന്ന് കാണാം. പിന്നെ ഇവരുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലാണ്. അവിടുത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ റിസോർട്ടിൽ എത്തിയിരുന്നത്. പിന്നെ ഞങ്ങൾ വന്ന ആ ഒരു ടൈമിൽ അവിടുത്തെ ഷെഫ് ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈവനിങ് സ്നാക്സും ഡിന്നറൊന്നും ഞങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുത്തെ അടുത്തുള്ളൊരു റിസോർട്ടിലേക്ക് പൂളും കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോയിരുന്നു കാണാൻ. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഈ റിസോർട്ട് എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. വൈൽഡ് വുഡ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഇവിടെ നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഗെയിംസും പ്ലേ ഗ്രൗണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂള്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ തന്നെ മുകളിലായിട്ട് നമുക്കും കളിക്കാൻ പറ്റിയിട്ടുള്ള പല ഗെയിംസുകളൊക്കെ ഉണ്ട്. സ്നോ
സ്നൂക്കർ, അതുപോലെ ക്യാരം ബോർഡ് എക്സെട്ര. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് സ്പേസും ഉണ്ട് അവിടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മോർണിംഗ് വൈബാണ്. ഹിൽട്ടൺ ക്ലൗഡ് റിസോർട്ടിൻ്റെ രാവിലത്തെ ആ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയായിരുന്നു. ഫുള്ള് കോട മൂടി നിൽപ്പായിരുന്നു. ഇത് ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകമായിട്ട് ഇവരുണ്ടാക്കി വെച്ചൊരു സെറ്റപ്പാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ പോയത് കാന്തമ്പാറ വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രി. ഇവിടെ ടിക്കറ്റും കാര്യമൊക്കെ ഉണ്ട്. കാന്തമ്പാറ വാട്ടർഫാൾ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതുവഴിയാണ് നമ്മൾ മെയിൻ വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇവിടെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേസാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു രക്ഷയില്ലായിരുന്നു. അവിടെ ഒരുപാട് പേര് കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ പിന്നീട് നേരിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു പോയിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പൂക്കോട്ട് ലേക്കിലേക്കായിരുന്നു പോയത്. പൂക്കോട്ട് ലേക്കിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുട്ടികളുടെ കുറച്ച് പാർക്കൊക്കെയാണുള്ളത്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ലേക്കാണ്. ഇവിടെ വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലീസിനും അതുപോലെ സിംഗിളായിട്ടുള്ളവർക്കൊക്കെ ഓടിക്കാൻ പറ്റുന്ന ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ.
ഇവിടെ നമുക്ക് പല ടൈപ്പിലുള്ള ബോട്ടുകൾ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങളും ഇവിടെ ബോട്ടിൽ കയറാമെന്ന് കരുതി. പിന്നെ നമ്മളിതിൽ ബോട്ടിൽ കയറണം എന്നുള്ളവർക്ക് എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു ബോട്ടിൽ കയറിയിരുന്നു. നമ്മൾ സ്വയം ഓടിക്കുന്ന ബോട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ബോട്ട് ഓടിക്കാൻ ചുരുങ്ങിയ സമയമേ ഉണ്ടാവുള്ളൂ. ആ സമയം കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബോട്ട് തിരിച്ചെത്തിക്കണം. പിന്നെ അവിടെ നമുക്ക് കുറച്ച് അക്വേറിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.